ഇറാൻ യുദ്ധം 4-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേലിന്റെ ആക്രമണം സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് മാറി പൂർണ്ണമായും ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാനിലെ എണ്ണപ്പാടങ്ങളിലാണ് ഇപ്പോൾ ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ എണ്ണ സമ്പത്തിൽ കണ്ണുവെച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ഇത്തരം ആക്രമണങ്ങൾക്ക് അനുവാദം കൊടുത്തു എന്ന് പലരും സംശയിച്ചു. കാരണം ഇസ്രയേലിന് ഇറാനെ തകർക്കണമെന്നാണ്. പക്ഷേ അമേരിക്കയ്ക്ക് താല്പര്യം അവിടുത്തെ സമൃദ്ധിയും സമ്പത്തുമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആ സംശയം ദൂരീകരിക്കുന്നു. ഇറാനിലെ എണ്ണപ്പാടങ്ങളിൽ ആക്രമണം നടത്തരുത് എന്ന് ട്രംപ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. അതായത് അമേരിക്കയെ മുന്നിൽ നിർത്തി ഇസ്രയേൽ അവരുടെ മാത്രം അജണ്ട നടപ്പാക്കുകയായിരുന്നു ഇത്രയും കാലം എന്നർത്ഥം. ഇനിമേലിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ആക്രമണം നടത്തരുത് എന്നാണ് ട്രംപ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗൾഫിലുടനീളം ഇറാന്റെ ആക്രമണത്തിന് കാരണം അവരുടെ എണ്ണപ്പാടങ്ങളിൽ നടത്തിയ വ്യോമാക്രമണമാണ് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിഗമനം. ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളെ ഇനി ഇസ്രയേൽ ആക്രമിക്കില്ല. അതിന്റെ പേരിൽ ഖത്തർ വാതക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തണമെന്നും ട്രംപ് പറഞ്ഞു. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയാൽ ഇറാനെതിരെ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിന്റെ LNG വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ ഇസ്രയേലിന്റെ സഹായത്തോടെയോ അല്ലാതെയോ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ് പൂർണ്ണമായും അമേരിക്ക തകർക്കും. ഇറാൻ മുമ്പൊരിക്കലും കാണാത്തതോ അനുഭവിച്ചിട്ടില്ലാത്തതോ ആയ അത്രയും വലിയ ശക്തിയോടും കരുത്തോടും കൂടിയായിരിക്കും ആ ആക്രമണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ദിവസം സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നില്ല എന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഇറാൻ ആക്രമണങ്ങളിൽ രോഷം കൊണ്ട് ഇസ്രയേൽ ആഞ്ഞടിച്ചുവെന്നാണ് ന്യായീകരണം എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം. ഖത്തർ എന്ന രാജ്യം ഒരു തരത്തിലും രൂപത്തിലും യുദ്ധത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. ആക്രമണമുണ്ടാകുമെന്ന് അവർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. സൗദി അറേബ്യയിലെയും UAE-യിലെയും ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു. അയൽ രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണങ്ങൾ എല്ലാ സീമകളും ലംഘിച്ചു. പ്രാദേശികവും അന്തർദേശീയവുമായ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ മേഖലയിൽ സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഖത്തർ ഊന്നി പറയുന്നുണ്ട്. നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ സൗത്ത് പാർസിനെതിരായ ആക്രമണത്തെ അപകടകരവും നിരുത്തരവാദപരവുമായ നടപടിയെന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ പ്രകൃതിവാതക സംസ്കരണ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. ഇറാനിലെ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലെ ഒന്നിലധികം കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിന് പിന്നാലെയാണ് ഖത്തറിനെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കമുണ്ടായത്. ഇറാനിലെ സൗത്ത് പാസ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക മേഖലയുടെ ഭാഗമാണ്. ഖത്തറിനും ഇറാനും ഈ പ്രദേശത്ത് സൗകര്യങ്ങളുണ്ട്. സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലെ ആക്രമണത്തിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെ വില 4% ഉയർന്ന് ബാരലിന് $112 ഇറാൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ വില $120 വരെ എത്തിയിരുന്നു. ട്രംപിന്റെ മുന്നറിയിപ്പിന് മുൻപ് റാസ് ലഫാനിലെ ഖത്തരി ഊർജ്ജ സമുച്ചയത്തിൽ വീണ്ടും മിസൈലുകൾ പതിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലാന്റിലെ പ്രധാന ഗ്യാസ് സൗകര്യങ്ങളിൽ റോക്കറ്റുകൾ പതിച്ചതായും തീപിടുത്തങ്ങൾക്കും കൂടുതൽ നാശനഷ്ടങ്ങൾക്കും കാരണമായതായും ഖത്തറിന്റെ സ്റ്റേറ്റ് എനർജി കമ്പനി സ്ഥിരീകരിച്ചു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. റാസ് ലഫാനിലെ ആക്രമണത്തിന്റെ ആഘാതം ആഗോള ഊർജ്ജ വിപണികളിലും വാണിജ്യ നയതന്ത്ര ബന്ധങ്ങളിലും പ്രതിഫലിക്കുമെന്ന് ചില നിരീക്ഷകർ പറയുന്നു. നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെ ആശ്രയിച്ച് നീണ്ട അറ്റകുറ്റപ്പണി വേണ്ടിവരും. റാസ് ലഫാനിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ ആഗോളതലത്തിൽ വാതകക്ഷാമം രൂക്ഷമാകും. യുദ്ധം അവസാനിക്കുമ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തുകയും മാറ്റിസ്ഥാപിക്കാനുള്ള ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതിനാൽ വിതരണത്തിലെ തടസ്സം മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കും. ഹോർമൂസ് കടലിടുക്ക് അടച്ചതും ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, നാറ്റോ തുടങ്ങിയ സഖ്യകക്ഷികൾ നാവിക അകമ്പടിയോടെ ജലപാത തുറക്കാൻ അമേരിക്കയെ സഹായിക്കാത്തതും തിരിച്ചടി തന്നെയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ആക്രമണങ്ങളും മറ്റ് സൈനിക നടപടികളും ശക്തമാക്കുമെന്ന് ട്രംപ് സൂചന നൽകിയിട്ടുണ്ട്. ദ്വീപുകളിലേക്ക് സൈന്യത്തെ അയക്കുന്നത് വിജയം പ്രഖ്യാപിക്കാൻ മാത്രമാകുമെന്നും അതിനുശേഷം പരിഹാരം കാണൽ മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് രംഗമൊഴിയാനുമാണ് ട്രംപിന്റെ ശ്രമമെന്നും നിരീക്ഷകർ കരുതുന്നുണ്ട്. അതേസമയം യുദ്ധം മുറുകുന്നതിനിടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാൻ പെന്റഗൺ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട്.
ഇറാനിലെ യുദ്ധത്തിനായി $200 ബില്യൺ അധികമാണ് പെന്റഗൺ വൈറ്റ് ഹൌസിനോട് ആവശ്യപ്പെട്ടത് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ഇതുവരെയുള്ള യുദ്ധ ചെലവിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഈ തുക. പണം അനുവദിക്കുന്നില്ലെങ്കിൽ നിർണായക ആയുധങ്ങളുടെ ഉൽപാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ പെന്റഗൺ ശ്രമിക്കുമെന്നും പത്രം പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പെന്റഗൺ നിരവധി വ്യത്യസ്ത ഫണ്ടിംഗ് അഭ്യർത്ഥനകൾ നൽകി. അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരം നൽകിയാലേ പണം അനുവദിക്കാനാകൂ. ഈ വിഷയം കോൺഗ്രസിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് എന്നും പത്രം പറയുന്നു. ഡിസംബറിൽ നിയമനിർമ്മാതാക്കൾ ഈ വർഷത്തെ US പ്രതിരോധ ചെലവുകൾക്കായി റെക്കോർഡ് തുകയായ $901 ബില്യൺ ബജറ്റ് അംഗീകരിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ ആവശ്യപ്പെട്ടു. വളരെ പ്രശ്നഭരിതവും അപകടകരവുമായ സമയമെന്ന് വിശേഷിപ്പിച്ചാണ് പണം കൂട്ടിച്ചോദിച്ചത്. 2027 പ്രതിരോധ ചെലവ് $1.5 ട്രില്യൺ ഉയരണമെന്ന് വാദിച്ചു. ഈ വലിയ ബജറ്റ് രാജ്യത്തെ സുരക്ഷിതവും ഭദ്രവുമായി നിലനിർത്തുന്ന ഒരു സ്വപ്ന സൈന്യം കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ സഹായിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ യുദ്ധത്തിന് ഇതുവരെ ചെലവായത് എത്രയെന്ന് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാനെ ആക്രമിച്ചതിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ $11 ബില്യൺ ചെലവഴിച്ചതായി വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ മുൻ ഡയറക്ടർ ജോ കെന്റിനെതിരെ FBI അന്വേഷണം തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമമായ CBS പറയുന്നു. രഹസ്യ വിവരങ്ങളുടെ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെന്നാണ് റിപ്പോർട്ട്. ഇറാൻ യുദ്ധത്തിൽ ട്രംപ് ഭരണകൂടവുമായുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് ജോ കെന്റ് രാജിവെക്കുന്നതിന് മുൻപാണ് അന്വേഷണം ആരംഭിച്ചത്. യാഥാസ്ഥിതിക രാഷ്ട്രീയ നിരീക്ഷകനായ ടക്കർ കൾസണുമായി സംസാരിച്ചപ്പോൾ ജോ കെന്റ് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനിയെ കൊലപ്പെടുത്തിയ US-ഇസ്രായേൽ ഓപ്പറേഷൻ തെറ്റായി പോയി എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് കെന്റിന്റെ രാജിയിലേക്ക് നയിച്ചത് എന്ന സൂചനയുണ്ട്. അമേരിക്കയുടെ തെറ്റായ കണക്കുകൂട്ടലുകളാണ് ഇറാനിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും നിർണായക ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് കാരണമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോ കെമിക്കൽസ്, ഗ്യാസ്, LNG എന്നിവയുടെ വിലക്കയറ്റത്തിന് കാരണം അമേരിക്കയാണ് എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. അതിനിടെ സംഘർഷം അവസാനിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖത്തർ അമീറും ട്രംപുമായുള്ള ഫോൺ സംഭാഷണങ്ങൾക്ക് ശേഷം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്നത് ഉടൻ നിർത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഊർജ ജലവിതരണ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് മൊറട്ടോറിയം നടപ്പിലാക്കണമെന്നാണ് ഫ്രാൻസിന്റെ ആവശ്യം. ആഗോള വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് തുടർന്നാൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡേഫോൾ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ സംഘർഷം കുറയ്ക്കുന്നതും ശത്രുത അവസാനിപ്പിക്കുന്നതും ആലോചിക്കണം. അതിനായി ഇരുകൂട്ടരും ആത്മാർത്ഥമായി ശ്രമിക്കുകയും വേണമെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. യുദ്ധം അനന്തമായി നീണ്ടുപോകുമെന്ന ആശങ്ക ലോകം മുഴുവൻ പങ്കുവയ്ക്കുമ്പോഴും അടുത്ത മണിക്കൂറിൽ എത്ര മിസൈലുകൾ അയക്കണമെന്നും എങ്ങനെയൊക്കെ ആക്രമണങ്ങളെ ചെറുക്കാമെന്നുമൊക്കെ ചിന്തിക്കുകയാണ് ഇറാനും ഇസ്രായേലും അമേരിക്കയും.